ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ചില കാറ്റഗറി ഓഫ് ന്യൂസ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അത് കൂടുതൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പ്രയോജനമില്ല എങ്കിലും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായിട്ടും പോസിറ്റീവ് ഇഫക്റ്റ് ഇല്ലാതിരുന്നിട്ടും ആ ഒരു കാറ്റഗറി ന്യൂസ് ആളുകൾ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അതേസമയം നല്ല ന്യൂസ്, ബെനിഫിറ്റ് ഉള്ള ന്യൂസുകൾ എന്തുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, സ്പ്രെഡ് ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ കേൾക്കാനും ശ്രദ്ധിക്കാനും ഷെയർ ചെയ്യാനും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും കൂടുതൽ പ്രയോജനവും സന്തോഷവും ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഈ വീഡിയോ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. നമുക്ക് വീഡിയോ ആരംഭിക്കാം. ആളുകളെ വളരെയധികം അട്രാക്ട് ചെയ്യപ്പെടുന്ന കാറ്റഗറിയാണ് ഭയം, ദേഷ്യം, ഉത്കണ്ഠ, വിഷമം, ഷോക്ക്. ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളായ ആക്സിഡന്റ്, കൊലപാതകം, യുദ്ധം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത്, മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ചെല്ലുന്ന കാര്യങ്ങൾ, എക്സ്പോസിങ് കണ്ടന്റ്, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വളരെ പെട്ടെന്ന് തന്നെ ആളുകളുടെ ശ്രദ്ധ നേടുന്ന വാർത്തകളാണ്. അതേസമയം അച്ചീവ്മെന്റ്സ്, ഇന്നോവേഷൻസ്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽ വരുന്ന ന്യൂസ് വളരെ സാവധാനം മാത്രമേ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുള്ളൂ. ഉദാഹരണമായി എന്റെ കാര്യമോ അല്ലെങ്കിൽ എന്റെ ഈ യൂട്യൂബ് ചാനലിന്റെ കാര്യമോ നമുക്ക് നോക്കാം. ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആളുകൾക്ക് ടെൻഷൻ കുറയ്ക്കാനും ആളുകൾക്ക് കൂടുതൽ സമാധാനം കിട്ടുന്ന, ആളുകൾക്ക് പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ അല്ലെങ്കിൽ എന്റെ ചാനലിലൂടെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായി അറിയാം ഈ വീഡിയോ കാണുന്ന ആളുകളുടെ എണ്ണം, ലൈക്ക്, ഷെയർ, കമന്റ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വളരെ സാവധാനമാണ് കൂടുന്നത്. അതേസമയം പോസിറ്റീവ് കണ്ടന്റ്സിന് പകരം സെലിബ്രിറ്റീസിനെ പറ്റിയുള്ള റൂമേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ, സ്വകാര്യതയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആണ് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ, എക്സ്പോസിങ് കണ്ടന്റ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാകുന്ന, ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള തമ്പനെയിലുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളുമാണ് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റീച്ച് കിട്ടിയാനെ. പക്ഷെ അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റ് നെഗറ്റീവ് മാത്രമാണ്. ഒരാൾക്കും അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു എൻഡ് റിസൾട്ട് ഉണ്ടാകുന്നില്ല. ആ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ചാനലിൽ ലൈക്കും ഷെയറും വ്യൂവും കുറവായിട്ട് പോലും എന്റെ അനുഭവത്തിൽ ഉണ്ടായ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുകയും അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുകയും ആളുകൾക്ക് കുറച്ചെങ്കിലും പ്രയോജനം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാനും ഞാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ആളുകൾ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നും പോസിറ്റീവിന് താല്പര്യം കാണിക്കാത്തതെന്നും നോക്കാം. ബ്രെയിൻ നേച്ചർ, അതായത് നമ്മുടെ ബ്രെയിനിന് ഭീഷണി, അപകടം, നെഗറ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ബ്രെയിനിൽ ഒരു ഇമ്പാക്ട് കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഭീഷണി, ഭയം, അമിതമായ ഉത്കണ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബ്രെയിൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ക്യൂരിയോസിറ്റി ആൻഡ് ഗോസിപ്പ് എലമെന്റ്, ആളുകൾക്ക് ഈ കാര്യങ്ങൾക്ക് വളരെ താല്പര്യമാണ്. മറ്റുള്ളവരുടെ ഒരു കുറ്റം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ്സ്, അവർ ചെയ്ത തെറ്റുകൾ, അവരുടെ ജീവിതത്തിലുണ്ടായ അബദ്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമാണ്. അതേസമയം അവരുടെ ജീവിതത്തിലുണ്ടായ അച്ചീവ്മെന്റ്സോ നല്ല കാര്യങ്ങളോ ആളുകൾക്ക് കേൾക്കണ്ട, അത് സ്പ്രെഡ് ചെയ്യുകയും വേണ്ട. അടുത്തത് നേച്ചർ ഓഫ് മീഡിയ. സോഷ്യൽ മീഡിയ ആയാലും ന്യൂസ് ചാനൽ ആയാലും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ ലൈക്കും ക്ലിക്കും വരുന്ന വീഡിയോസിനാണ്. അതായത് കൂടുതൽ ആളുകൾ കാണണം, കൂടുതൽ ആളുകൾക്ക് ഇമ്പാക്ട് ഉണ്ടാവണം, അല്ലാതെ പോസിറ്റീവ് ഇഫക്റ്റ് അല്ല അവര് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ അവർ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ കൂടുതൽ ഭീതിയിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് കൂടുതലും നമുക്ക് ന്യൂസ് ചാനലുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ സാധിക്കുന്നത്. വെള്ളപ്പൊക്കം, എർത്തുക്വേക്ക്, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, ഒളിച്ചോട്ടം, കൊലപാതകം, സെലിബ്രിറ്റികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങൾ, അങ്ങനെ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള, ആളുകളിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ന്യൂസ് ചാനലുകളും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസുകൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും പലർക്കും ഇല്ലാത്തൊരു സ്വഭാവമാണ്. നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനോടുള്ള റെസ്പോൺസ് വളരെ കുറവായിരിക്കും. പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടാൽ ആണോ, അയ്യോ, ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടാൽ അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല്, അതുപോലെ തന്നെ മറ്റേ ആൾ കേൾക്കുമ്പോൾ അയാളുടെ അടുത്തുനിന്നുണ്ടാകുന്ന ഇമ്പാക്ട് എല്ലാം വളരെ വലുതാണ്. പോസിറ്റീവ് ന്യൂസിന് ആ ഒരു ഫീല് കിട്ടുന്നില്ല.
അത് വളരെ പ്രാധാന്യമുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ കൂടുതൽ ഇമ്പാക്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും ആളുകൾ കൂടുതൽ ചെയ്യുന്നത്. അടുത്തത് ലാക്ക് ഓഫ് അവയർനെസ് എമംഗ് പീപ്പിൾ. ആളുകളുടെ ഒരു ബോധമില്ലായ്മ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആളുകൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ അതിന്റെ യാഥാർത്ഥ്യം റിയാലിറ്റി മനസ്സിലാക്കാതെ തന്നെ ഷെയർ ചെയ്യുന്നു. അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ തന്നെ ചിലപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യം കംപ്ലീറ്റ്ലി തെറ്റായിരിക്കാം. നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. കുറച്ച് നാളുകളായി ആളുകൾ തമ്മിലുള്ള നേരിട്ടുള്ള സംസാരം കുറഞ്ഞെങ്കിൽ പോലും സോഷ്യൽ മീഡിയ വഴിയുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ആ ഒരു രീതി വളരെ കൂടിയിട്ടുണ്ട്. അതിൽ യാഥാർത്ഥ്യം ഒന്നും മനസ്സിലാക്കാതെ തന്നെ, ശരിയോ തെറ്റോ ഒന്നും ചിന്തിക്കാതെ തന്നെ ആളുകൾ ഓരോ വീഡിയോകളും പോസ്റ്റുകളും ഷെയർ ചെയ്യുന്നു. പക്ഷെ ഇത് കാണുന്ന ഓരോ വ്യക്തിക്കും പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് അയാളുടെ മനസ്സിലുണ്ടാകുന്നത്. പലതരത്തിലായിരിക്കും അയാൾ റിയാക്ട് ചെയ്യുന്നത്. അടുത്തത് സൊസൈറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പ്രോബ്ലംസിലാണ്. അതായത് പ്രശ്നങ്ങളെ ആണ് ആളുകൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹം, ശ്രദ്ധിക്കാൻ ആഗ്രഹം. ആളുകൾക്ക് കേൾക്കാൻ താല്പര്യം നെഗറ്റീവ് കാര്യങ്ങളാണ്. ആളുകൾക്ക് പറ്റിയ തെറ്റുകളെ പറ്റിയും അബദ്ധങ്ങളെ പറ്റിയും ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് കേൾക്കാൻ താല്പര്യം. മറ്റൊരു കാര്യം നോക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാകും. മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം ആളുകൾ ഉണ്ടാക്കുന്ന എഫക്റ്റ് വളരെ വലുതാണ്. 4-5 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നദികളും ആറുകളും അങ്ങനെ ജലസ്രോതസ്സുകൾ നിറയുന്ന സമയം, പുറത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ, ഈ ഒരു സമയത്ത് മുല്ലപ്പെരിയാർ ഡാം ന്യൂസുകളിലും സോഷ്യൽ മീഡിയകളിലും ഉയർന്നു വരാറുണ്ട്. അതിനെപ്പറ്റിയുള്ള ചർച്ചകളും വരാറുണ്ട്. പക്ഷേ ആ ഒരു ചർച്ച ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. വളരെ സമാധാനമായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളായിരിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ കൊണ്ടുവരുന്നത്. അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അത് പൊട്ടിയാൽ പലതരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ഏതൊക്കെ ജില്ലകളാണ്? കോട്ടയം, എറണാകുളം, തൃശ്ശൂരിന്റെ പകുതി വരെയൊക്കെ വെള്ളത്തിനടിയിലാകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്നു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുവോ പൊട്ടാതിരിക്കുവോ എനിക്കതിനെപ്പറ്റി സയന്റിഫിക് ആയിട്ടും അല്ലെങ്കിൽ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻ കേസ് എന്തെങ്കിലും നെഗറ്റീവ് ഇൻസിഡൻസ് ഉണ്ടായാൽ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുക്കി വെക്കുക. ഏത് കാര്യമായാലും അതിനുള്ള പൈസ തയ്യാറാക്കി വെക്കുക. ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ മനസ്സിൽ ഇതുപോലുള്ള ഭയം കൊണ്ടു നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ സമാധാനം പോകുന്നു, നമ്മുടെ സ്വന്തക്കാരുടെ സമാധാനം പോകുന്നു. നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കേണ്ട സമയമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. ടെൻഷൻ അടിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇത് പറയുന്നത്ര എളുപ്പമല്ല എന്നറിയാം, എങ്കിലും ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ റിസൾട്ട് വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സ്റ്റോപ്പ് സ്പ്രെഡിംഗ് നെഗറ്റീവ് ന്യൂസ് വിത്തൌട്ട് നോയിങ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി ആൻഡ് വിത്തൌട്ട് നോയിങ് ഇറ്റ്സ് റിയാലിറ്റി. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാതെ ആളുകളിൽ ഭയമുണ്ടാക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. എൻകറേജ് ആൻഡ് സ്പ്രെഡ് പോസിറ്റീവ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. നമ്മൾ എല്ലാവരും ശ്രമിച്ചാൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്ന ന്യൂസ് വൈറലാക്കാൻ സാധിക്കും. ഈ അവസരത്തിൽ സോക്രട്ടീസ് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. ശരിയോ തെറ്റോ എന്നറിയാത്ത, നെഗറ്റീവ് ആയിട്ടുള്ള, പറയുന്ന നിങ്ങൾക്കോ കേൾക്കുന്ന എനിക്കോ മറ്റാർക്കും പ്രയോജനമില്ലാത്ത ഇങ്ങനെയുള്ള കാര്യം കേട്ടുകൊണ്ട്, പറഞ്ഞുകൊണ്ട്, പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സമയം കളയാതിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.